Dear friends, welcome back to VKP Commerce Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സിമ്പിൾ പ്രോസസ് അക്കൗണ്ടുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നോർമൽ ലോസോ അബ്നോർമൽ ലോസുകളോ അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിനോ ഒന്നും ഇല്ലാത്ത സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തിയറി പഠിച്ചിരുന്നു. പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്തായിരുന്നു? ഒരു വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ ദ ഫാക്ടറി ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പ്രോസസ്സസ് ആൻഡ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് പ്രോസസ്സ്. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോസ്റ്റിംഗ് പ്രൊസീജിയർ കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഈച്ച് പ്രോസസ് ഈസ് ഡെബിറ്റഡ് വിത്ത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് overheads allotted or apportioned to the process. ഓരോ പ്രോസസ് അക്കൗണ്ടിലും അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് 2 കോളം, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് 2 കോളം എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും. ബിസൈഡ്സ് ദ പർട്ടിക്കുലർ കോളം 2 കോളംസ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ ഡെബിറ്റിൽ പർട്ടിക്കുലർ കഴിഞ്ഞിട്ട് 2 കോളംസ് കൊടുക്കും. ഒരു കോളത്തിൽ യൂണിറ്റ് അഥവാ ക്വാണ്ടിറ്റി കാണിക്കുകയും അടുത്ത കോളത്തിൽ എമൗണ്ട് കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എമൗണ്ട് ഇൻ റുപ്പീസ് കാണിക്കുകയും ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഇത്യാദി ഐറ്റംസ് ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വേസ്റ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് തുടങ്ങിയ ഏതെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം പ്രോസസ് അക്കൗണ്ടിൻ്റെ. മറ്റൊരു കാര്യം പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ട്രാൻസ്ഫേഴ്സ് ടു നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ചെയ്യും. അപ്പോൾ ആദ്യം ഡെബിറ്റ് സൈഡ് എല്ലാം ആഡ് ചെയ്യും, അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ലെസ് ചെയ്യും. ബാക്കിയുള്ളത് അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ആ പ്രോസസ്സിലെ ഔട്ട്പുട്ട് എന്ന് പറയും. ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് ഓരോ പ്രോസസ്സിലെയും പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സബ്സീക്വൻറ്റ് പ്രോസസ് ഇൻ എ മാനർ ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ ഇൻപുട്ട് ഓഫ് അതർ പ്രോസസ്. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട്. ഇങ്ങനെ എത്ര പ്രോസസ്സുകളുണ്ടോ ലാസ്റ്റ് പ്രോസസ്സിൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ആകുന്നത് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നത് വരെ ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തിരിക്കും എന്നുള്ളതാണ്. The finished output of the last process is transferred to finished goods account. അതുവരെ എന്ത് ചെയ്യും? ഓരോ പ്രോസസ്സിൻ്റെയും ഇൻപുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കതിനെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ ഏകദേശം ഇങ്ങനെ വരും. നോക്കുക, പ്രോസസ് എ അക്കൗണ്ടിൻ്റെ ഇൻപുട്ട് എല്ലാ എക്സ്പെൻസസും അതായത് മെറ്റീരിയൽ, ലേബർ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഏറ്റവും അവസാനം ഔട്ട്പുട്ട് കിട്ടുന്നു. ആ ഔട്ട്പുട്ടായിരിക്കും പ്രോസസ് ബിയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്തതിന് ശേഷം പ്രോസസ് ബിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നു ക്രെഡിറ്റ് സൈഡിൽ. അത് ആയിരിക്കും പ്രോസസ് സിയുടെ ഇൻപുട്ടായിട്ട് കിട്ടുന്നു. അടുത്ത പ്രോസസ്സായിരിക്കും അടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കിൽ അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലോട്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഓർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സുകളിലൂടെയും
കടന്നു പോയതിന് ശേഷമാണ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടോ അതിലധികമോ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിന് ശേഷം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന അക്കൗണ്ട്സാണ് പ്രോസസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്സ് നമ്മളിതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് മറ്റു അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ പ്രോസസ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാന ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്. സെക്കൻഡ് ലേബർ കോസ്റ്റ്. തേർഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ഓവർഹെഡ് ചാർജസ്. ദെൻ കോസ്റ്റ് ഓഫ് റെറ്റിഫിക്കേഷൻ ഓഫ് നോർമൽ ഡിഫെക്റ്റീവ്സ്. ദെൻ കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കോസ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർഹെഡ് ചാർജസ്. ഇത്രയും എക്സ്പെൻസസ്. പിന്നെ അതുപോലെ തന്നെ റെറ്റിഫിക്കേഷൻ ഓഫ് നോർമൽ ഡിഫെക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസ്, നോർമൽ ലോസ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങളിപ്പോൾ സംശയിക്കേണ്ട. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട. അബ്നോർമൽ ഗെയിൻ എന്നുള്ള കൺസെപ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ് എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഐറ്റംസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം സ്ക്രാപ്പ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രോസസ്. മറ്റൊന്ന് പറഞ്ഞ് കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ ആദ്യം വരുന്നത് നോർമൽ ലോസ്, വിറ്റ് കിട്ടുന്ന സ്ക്രാപ്പ്, റെസീജ്വൽ വാല്യൂ, വിറ്റ് കിട്ടുന്ന എമൗണ്ട്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നോർമൽ ലോസ് ഉണ്ടായിരിക്കാം. അത്തരത്തിൽ നോർമൽ ലോസ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് മാർക്കറ്റിൽ വിറ്റ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച നോർമൽ ലോസിനേക്കാൾ കൂടുതൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അതാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അതും എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഡെബിറ്റ് ഐറ്റംസും ക്രെഡിറ്റ് ഐറ്റംസും. നമുക്കിനി അതിൻ്റെ ഒരു സ്പെസിമെൻ ഫോർമാറ്റ് നോക്കാം. പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബേസിക് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ, 2 കോളം ഉണ്ടെന്ന് പറഞ്ഞു. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് പറഞ്ഞാൽ യൂണിറ്റ്സും എമൗണ്ടും ഉണ്ടായിരിക്കും. പെർ യൂണിറ്റ് അതുപോലെ തന്നെ എമൗണ്ടും ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അതുപോലെ തന്നെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും പ്രോസസ് 2 അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് വരുന്ന ഐറ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കുക. ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡ് എല്ലാം ആഡ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് സൈഡിൻ്റെ നോർമൽ ലോസും അബ്നോർമൽ ലോസും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാലൻസിങ് ഫിഗർ ആയിരിക്കും പ്രോസസ് 2 എന്ന് പറയുന്നത്. ഇത് പ്രോസസ് 2 എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രോസസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോസസ്സിലോട്ട് പോകുമ്പോൾ പ്രോസസ് 2 എന്നും, ഏറ്റവും അവസാനത്തെ പ്രോസസ്സിലാണ് എങ്കിൽ പ്രോസസ് 2ന് പകരമായിട്ട് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ആയിരിക്കും ഉപയോഗിക്കുക. അവിടെ എന്ത് വരില്ല? പ്രോസസ് 2 അക്കൗണ്ട് വരില്ല എന്നുള്ളതാണ്. അത് എത്ര പ്രോസസ്സാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ആദ്യത്തെ പ്രോസസ്സുകളിലെല്ലാം ഈ ബൈ പ്രോസസ് 2 ഓർ ബൈ പ്രോസസ് 3 എന്ന് വരും. ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണെങ്കിൽ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്നായിരിക്കും കാണിക്കുക. നമുക്കിനി ഒരു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A product passes through 3 processes to completion. 3 പ്രോസസ്സുകളിലൂടെ പോയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. ദീസ് പ്രോസസ്സസ് ആർ പ്രോസസ് എ, പ്രോസസ് ബി ആൻഡ് പ്രോസസ് സി റെസ്പെക്റ്റീവ്ലി. എ, ബി, സി തുടങ്ങിയിട്ടുള്ള 3 പ്രോസസ്സുകളുണ്ട്. ഡ്യൂറിങ് ദ വീക്ക് എൻഡിങ് 30th June 2015 2000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. 2000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പ്രോസസ് എയുടെ മെറ്റീരിയൽ 12,000, ലേബർ 10,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 2,000, പ്രോസസ് ബിക്ക് 6,000, 8,400, പ്രോസസ് സി മെറ്റീരിയൽ 4,000, ലേബർ 10,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 2,000. പിന്നെ അവിടെ പറയുന്ന ഒരു പ്രധാന അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് indirect expenses for the period were rupees 5,600 apportioned to the process on the basis of labor cost. Prepare process account showing total cost and total
കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റും പെർ യൂണിറ്റ് കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ പീരിയഡിൽ 5600 രൂപയുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. അത് അപ്പോർഷൻ ചെയ്യേണ്ടത് ലേബർ കോസ്റ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ എങ്ങനെ വേണം ശ്രദ്ധിച്ചോളാം. ലേബർ കോസ്റ്റ് എന്ന് 10,000, 8,000, 10,000 ഈ ബേസിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ 5,600 ഡിവൈഡഡ് ബൈ 10,000 പ്ലസ് 8,000 പ്ലസ് 10,000 ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കിട്ടും. അത് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് നമ്മൾ 2000 യൂണിറ്റിൻ്റെ പ്രോസസ്സ് എ, പ്രോസസ്സ് ബി, പ്രോസസ്സ് സി ഉണ്ട്. ആദ്യം പ്രോസസ്സ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബേസിക് മെറ്റീരിയൽ 12,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എമൗണ്ട് കോളത്തിൽ എഴുതുക. പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, 12,000 ഡിവൈഡഡ് ബൈ 2,000 യൂണിറ്റ്സ് ആയതുകൊണ്ട് തന്നെ പെർ യൂണിറ്റ് 2 എന്ന് കിട്ടും. പെർ യൂണിറ്റ് റുപ്പീസാണ് ഇവിടെ കിട്ടുന്നത്. യൂണിറ്റിൻ്റെ എണ്ണമല്ല, പെർ യൂണിറ്റ് റുപ്പീസാണ്. ഓക്കെ, ഡയറക്റ്റ് ലേബർ 10,000 ആണ്. സ്വാഭാവികമായിട്ടും പെർ യൂണിറ്റ് 5 ആയിട്ട് മാറും. ഡയറക്റ്റ് എക്സ്പെൻസസ് 2,001 ആയിട്ട് മാറും. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോളാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. 5,600 ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ലേബർ കോസ്റ്റ്. ലേബർ എന്ന് പറയുന്നത് 10,000, 8,000, 10,000 ഇൻറ്റു 100 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5,600 ഡിവൈഡ് ബൈ 28,000 ഇൻറ്റു 100 20% ആണ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ലേബറിൻ്റെ 20% ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ലേബർ നോക്കുക. പ്രോസസ്സ് എയിലെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000, അതിൻ്റെ 20% ആയിരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 10,000ൻ്റെ 20% ഇസ് ഈക്വൽ ടു 2,000 ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പെർ യൂണിറ്റ് കോസ്റ്റ് ₹1. ദെൻ അത്രയും നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ എമൗണ്ട് കോളം 26,000 എന്നും അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോളം 13 എന്നും കിട്ടും. നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസോ മറ്റ് ഇൻഫർമേഷൻസ് ഒന്നോ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് ഇത് തന്നെ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. അത് തന്നെ റൈറ്റ് എഴുതിയതിന് ശേഷം ബൈ പ്രോസസ് 2 13 26,200 പ്രോസസ് 2 ഓർ പ്രോസസ് ബി എന്നാണ് ഇവിടെ വരേണ്ടത്, രണ്ടാമത്തെ പ്രോസസ്സിലോട്ട്. ഓക്കെ, ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കണ്ടു. ആ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ബൈ പ്രോസസ് എയിൽ നിന്ന് 13,26,000 രൂപ അത് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതാണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ ടു മെറ്റീരിയൽ 6,000 രൂപ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ 2,000 യൂണിറ്റ്സ് ആയതുകൊണ്ട് തന്നെ 3 വന്നു. ഡയറക്റ്റ് ലേബർ 8,000 വന്നു, 4 വന്നു. ഡയറക്റ്റ് എക്സ്പെൻസസ് 400 വന്നു, അതുകൊണ്ട് തന്നെ 0.2 വന്നു. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്കറിയാം 20% ആണ്. ലേബറിൻ്റെ 20%, ലേബർ 8,000 ആണ്, അതിൻ്റെ 20% 1,600 ഡിവൈഡഡ് ബൈ 2,000 ആണ് 0.80 എന്നുള്ള പെർ യൂണിറ്റ് കോസ്റ്റ്. ദെൻ മറ്റ് നോർമൽ ലോസ് ക്രെഡിറ്റ് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ബൈ പ്രോസസ് സി 2 എന്നുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. പ്രോസസ് സി എന്ന് വേണം എഴുതാൻ. ബൈ പ്രോസസ് സി 42,000 എന്നുള്ള രൂപത്തിൽ വരും. ഇത് തന്നെ ആയിരിക്കും എന്ത് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. പ്രോസസ് ബി 42,000 മെറ്റീരിയൽ 4,000 per unit 2, direct labor 10,000 per unit 5, direct expenses 2,000 per unit 1. then indirect expenses ശ്രദ്ധിച്ചോളൂ. ഡയറക്റ്റ് ലേബറിൻ്റെ 20%, 10,000 20% എന്ന് പറയുന്നത് 2,000 per unit 1. ദെൻ ഔട്ട്പുട്ട് ഇത് ലാസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ബൈ പ്രോസസ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് കാണിക്കില്ല, ഇത് ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് 2 ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് 30 and 60,000 എന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ പ്രോസസ് അക്കൗണ്ടുകളിൽ ഇവിടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിൻ്റെയും ഔട്ട്പുട്ടായിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ചാനൽ എത്തിച്ചു നൽകുക. ഓക്കെ, താങ്ക് യു.